ഹലോ വാട്സപ്പ് ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ വീണ്ടും ഒരു കിടക്കാച്ച വീഡിയോ ഇട്ട് വന്നിട്ടുണ്ട്. നമ്മളെന്തൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്, വെറൈറ്റി വീഡിയോ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമ്മളൊരു ഫ്രീ ഫയർ വീഡിയോ ഇപ്പോൾ നമുക്ക് തന്നെ കാണാൻ കഴിയും. നമ്മൾ മൊബൈലിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ ലാപ്ടോപ്പിൽ കളിക്കുന്ന ഒരു വീഡിയോ ആണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടവിടെ തന്നെ നമ്മൾക്ക് എങ്ങനെ നമ്മൾ ലാപ്ടോപ്പിൽ ഈസി ആയിട്ട് നമുക്ക് ഫ്രീ ഫയർ ലാഗ് ഇല്ലാതെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ വീഡിയോ എന്തായാലും ഭയങ്കര ഈസി ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ലോൺ ഡിവൈസ് ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകിച്ചുള്ള വീഡിയോ ആണിത്. സോ നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ തന്നെ ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര രീതിയിൽ ലാഗ് അനുഭവപ്പെടുന്നുണ്ട്. എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ലോൺ ഡിവൈസിലാണെങ്കിൽ വിർച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ഓണാക്കിയാൽ മാത്രമേ നമ്മൾ ഗൂഗിൾ പ്ലേ വഴി ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ ആ പ്രശ്നം നമ്മൾ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബ്ലൂസ്റ്റാക്സ് വഴിയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അധികം വലിച്ച് കിട്ടുന്നില്ല. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് തന്നെ കിടക്കാം. സോ ഇവിടെ നമ്മളെ ഹോം പേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുക. നിങ്ങളുടെ ബ്രൗസർ ഏതാണ് ഇഷ്ടമുള്ള ബ്രൗസർ എടുക്കാം. ഇപ്പോൾ ഫയർഫോക്സ് ആണെങ്കിലോ ക്രോം ആണെങ്കിലോ ഏതാச்சுം എടുക്കാം. ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ക്രോം ബ്രൗസറാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ബ്രൗസർ എടുക്കാം. അതിന് ശേഷം നിങ്ങൾ സെർച്ച് ബാറിൽ പോയിട്ട് ബ്ലൂസ്റ്റാക്സ് എന്ന് അടിച്ചെടുക്കുക. ബ്ലൂസ്റ്റാക്സ് 5 എന്ന് അടിച്ചെടുക്കുക. ബ്ലൂസ്റ്റാക്സ് 5 എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വരും. നമ്മളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ തന്നെ നമ്മൾ വിളിച്ച് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ബ്ലൂസ്റ്റാക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളത് നമ്മുടെ ഓപ്ഷൻ ഉണ്ടാകും. നമ്മൾ എഗ്രിയെ കൊടുത്ത് വിടുക. കുറേ ഓപ്ഷൻസൊക്കെ വരുമ്പോൾ നമ്മളങ്ങനെ ഡൗൺലോഡ് പിടിച്ച് നിൽക്കി കഴിയുമ്പോൾ സൈഡിലായിട്ട് ഇത് ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ കാണിക്കും. ഇതിനകത്ത് നമ്മളത് ഡബിൾ ക്ലിക്ക് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൂസ്റ്റാക്സ് കുറച്ച് നേരം കഴിയുമ്പോൾ ലോഞ്ച് ആകും. അപ്പോൾ നമ്മൾ ബ്ലൂസ്റ്റാക്സ് ലോഞ്ച് ചെയ്യണമെന്ന് നമുക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യെസ്സാ അല്ലെങ്കിൽ നോ കൊടുക്കാം. ഞാൻ യെസ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് വേറെ രീതിയിലായിരിക്കും വരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോഴത്തേക്ക് ബ്ലൂസ്റ്റാക്സ് ലോഞ്ച് ആവുന്നുണ്ട്. നമുക്ക് ഈ ഇൻ്റർഫേസിലോട്ട് പോകാം. അപ്പോൾ എനിക്കിവിടെ ലോഞ്ച് എന്നാണ് കാണിക്കുന്നത്. ലോഞ്ച് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങൾക്കിവിടെ അപ്ഡേറ്റ് ആൻഡ് ഇൻസ്റ്റാൾ എന്നായിരിക്കും, അല്ലെങ്കിൽ വെറും ഇൻസ്റ്റാൾ എന്നായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാളിൽ പിടിച്ച് നിൽക്കുക. അപ്പോൾ നിങ്ങളുടെ ഗെയിം എന്തായാലും കുറച്ച് ഒരു 10 മിനിറ്റിനുള്ളിൽ ഡൗൺലോഡ് ആകും, കുറേ ഇതിനകത്തുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ബ്ലൂസ്റ്റാക്സ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ബ്ലൂസ്റ്റാക്സിലോട്ട് കയറാം. ബ്ലൂസ്റ്റാക്സിലോട്ട് ലോഡാവട്ടെ, കുറച്ച് ടൈം എടുക്കും. അങ്ങനെ നമ്മളിങ്ങനെ പ്ലേ സ്റ്റോർ പോലത്തെ ഒരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇതിനകത്ത് ഡൗൺലോഡിങ് നമ്മൾ ഫ്രീ ഫയർ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വരത്തില്ല. ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ നമ്മൾ സൈഡിൽ കുറേ ബട്ടൺസ് കാണുന്നതായിരിക്കും. നമ്മൾ ബട്ടൺസിൽ നമ്മളിങ്ങനെ ഇവിടുത്തെ ഒരു ആരോ ബട്ടൺ ഉണ്ട് ബാക്കില്ല, അത് പിടിച്ച് നിൽക്കുക. ഇത് കണ്ടോ? അപ്പോൾ നമ്മൾ ഫ്രീ ഫയറിൻ്റെ ഇതിലൂടെ ഫ്രീ ഫയർ കിടപ്പുണ്ട്. ഓക്കെ, നമ്മളിതൊരു മൊബൈൽ ഫോൺ പോലെ നിങ്ങൾ കണ്ടാൽ മതി. ഒരു മൊബൈൽ ഫോൺ ടൈപ്പാണ് ഈ ബ്ലൂസ്റ്റാക്സ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ വലിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയും. കണ്ടോ? നമുക്ക് നോട്ടിഫിക്കേഷൻ ബാറും ഇതൊക്കെയുണ്ട്. സോ അങ്ങനെയാണ് ഈ ബ്ലൂസ്റ്റാക്സ് വർക്ക് ചെയ്യുന്നത് തന്നെ. ഇവിടെ നോക്കിയാൽ കഴിയും നമ്മൾ ഫ്രീ ഫയർ ഉള്ള ഡൗൺലോഡാണ്. നമ്മൾ സൈഡിലായിട്ട് സിസ്റ്റം ആപ്പിൽ പിടിച്ച് നിൽക്കുക. അതിനുശേഷം നമ്മളിവിടെ പ്ലേ സ്റ്റോർ കാണുന്നുണ്ട്. നമ്മൾ പ്ലേ സ്റ്റോർ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആയി വരും. പ്ലേ സ്റ്റോർ ഓപ്പൺ ആയി വന്നതിന് ശേഷം നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. നമ്മൾ ഓൾറെഡി സൈൻ ഇൻ ചെയ്തുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ ആവശ്യം ഉണ്ടാകത്തില്ല. സോ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഫ്രീ ഫയർ മാക്സ് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ സെർച്ച് ബാറിൽ നിൽക്കി ഫ്രീ ഫയർ മാക്സ് എടുത്തിട്ടുണ്ട്. ഫ്രീ ഫയർ മാക്സിൽ പിടിച്ച് നിൽക്കാം. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി, അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേ പിടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് കൺട്രോൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കുക. ക്ലിയർ ആയില്ലെങ്കിൽ മാത്രം യൂട്യൂബിൽ നോക്കുക. പറ്റുന്നവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. സോ നമ്മളാണെങ്കിൽ ഇവിടെ ഫ്രീ ഫയറിൽ ലോബിയിൽ എത്തിയിട്ടുണ്ട്. വലിയ രീതിക്ക് ലാഗില്ലാതെ ഇങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ലോഞ്ച് ഡിവൈസിൽ കളിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ ഒരു അഡ്വൈസ് പറഞ്ഞുതരാം. നിങ്ങളാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഡിസ്പ്ലേ പോവുക. നിങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഉടനെ തന്നെ സ്മൂത്തിലോട്ടാക്കുക. ബിക്കോസ് നിങ്ങൾക്ക് സ്മൂത്തായിരിക്കും നിങ്ങൾക്ക് ഗെയിം പ്ലേ ബെറ്റർ ആകാവുന്നത്.
അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ എച്ച് ഡി തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് നിങ്ങൾ തന്നെ പോയിട്ട് യൂട്യൂബേഴ്സൊക്കെ ഇടുന്ന പോലെ തന്നെ എല്ലാം ചെറുതാക്കിയിട്ട് വല്ലയിടത്തും ഇട്ടിട്ട് കാര്യമില്ല. നിങ്ങളത് റീസെറ്റ് കൊടുത്തിട്ട് ഫസ്റ്റ് തരുന്ന ഡീഫോൾട്ടിൽ തന്നെ കളിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മര്യാദക്ക് കൺട്രോൾസ് പഠിക്കുക. കൺട്രോൾ അങ്ങനെയൊക്കെ അത്ര ഉള്ളൂ. സെൻസിറ്റിവിറ്റി എടുത്തുകൊണ്ടെങ്കിൽ നിങ്ങൾ കളിച്ച് തന്നെ നിങ്ങൾ സെൻസിറ്റിവിറ്റി റെഡിയാക്കി എടുക്കുക. അല്ലാണ്ട് നിങ്ങൾ യൂട്യൂബേഴ്സിന് കോപ്പി അടിക്കാൻ നിൽക്കരുത്. സോ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോർക്ക് ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റ.